സാധാരണഗതിയിൽ ഫോസിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു ജീവിയുടെ എല്ലുകളായിരിക്കും. പക്ഷേ എല്ലിന് കട്ടിയില്ലാത്തത് കാരണം പല്ല് മാത്രം ഫോസിലൈസ് ആവുന്ന ഒരു ജീവിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്ര നേരവും സംസാരിച്ചത് നമ്മുടെ കടലുകളിൽ ഇന്നും കാണുന്ന, നമ്മൾ ഇന്നും കഴിക്കുന്ന സ്രാവിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ സ്രാവിന്റെ പല്ല് മാത്രമാണ് ഫോസിലൈസ് ആവാറുള്ളത്. അതിനൊരു കാരണമുണ്ട്. മറ്റു ജീവികളെ അപേക്ഷിച്ച് സ്രാവിന്റെ എല്ലാ എല്ലുകളും ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജ് എന്ന് പറയുന്ന പദാർത്ഥം കൊണ്ടാണ്. ഇതേ കാർട്ടിലേജ് കൊണ്ടാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ജോയിന്റുകളും അതുപോലെ മൂക്ക്, ചെവി തുടങ്ങിയ ഭാഗങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് സ്രാവുകളുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. കാർട്ടിലേജ് ഒരു സോഫ്റ്റ് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ സ്രാവിന്റെ മരണശേഷം ഇവ പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ആവുന്നു. പക്ഷേ അപൂർവം ചില ഘട്ടങ്ങളിൽ ഇതേ കാർട്ടിലേജ് ഫോസിലൈസ് ആവാറുമുണ്ട്. കാർട്ടിലേജ് ഫോസിലൈസ് ആവാത്തതിന് കാരണം ഫോസിലൈസ് ചെയ്യപ്പെടാനുള്ള മിനറൽസ് അതിലില്ല. പക്ഷേ സ്രാവിന്റെ പല്ലുകളിൽ ഡെന്റിൻ, ഇനാമൽ എന്നീ മിനറലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവ പെട്ടെന്ന് തന്നെ ഫോസിലൈസ് ആവുന്നു. പിന്നെ ഏറെക്കുറെ എല്ലാ ജീവികളും മരിച്ചു കഴിഞ്ഞാലാണ് ഫോസിലൈസ് ആവുന്നത്. പക്ഷേ ഷാർക്ക് ടൂത്ത് ഫോസിലൈസ് ആവണമെങ്കിൽ ഷാർക്ക് മരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ഒരു ഷാർക്ക് അതിൻ്റെ ജീവിതകാലത്തിനിടയിൽ ആയിരക്കണക്കിന് പല്ലുകൾ കൊഴിച്ചു കളയാറുണ്ട്. അവർക്ക് പുതിയ പല്ലുകൾ വരും, പഴയത് കൊഴിയും. അപ്പോൾ അത് കാരണം ഒരേ ഷാർക്ക് തന്നെ ഒരുപക്ഷെ ആയിരക്കണക്കിന് ഫോസിലുകൾ ഉണ്ടാക്കിയേക്കാം.